അമ്മയാണ് ആദ്യം യൂട്യൂബ് ചാനൽ വഴി നമ്മളെ കോൺടാക്ട് ചെയ്തത്. അതെ, അമ്മ നമ്മളെ ആദ്യം കോൺടാക്ട് ചെയ്ത് സോളാർ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ഓഫ് ഗ്രിഡ് ചെയ്ത് നമുക്കുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഫുൾ ടൈം കറണ്ട് ഉണ്ടാവുന്നതാണ് ഗുണം. നമുക്ക് എനി ടൈം കറണ്ട്, നമുക്കൊരു ബാറ്ററിയുടെ ബാക്കപ്പ് ഉള്ളതാണ്, 3 ബാറ്ററിയുടെ ബാക്കപ്പ് ഉള്ളതാണ്, നമുക്ക് ഫുൾ ടൈം കറണ്ട് ഉണ്ടാവും. അത് ഓഫ് ഗ്രിഡിന്റെ ഗുണം. നമുക്ക് ഇനി വേണമെങ്കിൽ നമുക്ക് ഓൺ ഗ്രിഡ് ആക്കാൻ മാറ്റാനും ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് പാനൽ ആഡ് ചെയ്യാം. ബാക്കിയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ബാറ്ററി ഇൻവെർട്ടർ നമുക്ക് നോർമലായിട്ട് യൂസ് ചെയ്യുക ചെയ്യാൻ പറ്റും. പിന്നെ എന്ത് ചെയ്യണം, എഞ്ചിനീയർ അല്ലേ. കറണ്ട് ബില്ല് എത്രത്തോളം വരുന്നുണ്ട് ഇപ്പൊ ഇവിടെ? നോർമലി നമുക്ക് ഒരു 7,000-8,000 വരുന്നുണ്ടോ? അപ്പൊ ഇനിയിപ്പോ എന്തായാലും നമുക്ക് എന്തായാലും ബില്ലിൽ ചെറിയൊരു മാറ്റം നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. കാരണം ഇതിലൊരു 7 യൂണിറ്റുകളൊക്കെ നമുക്ക് എന്തായാലും ഒന്ന് പ്രൊഡക്ഷൻ കിട്ടും. 7-8 യൂണിറ്റുകളും കിട്ടും. കാരണം 2000 വാട്ട്സ് പാനലുണ്ട്. 550 വാട്ട്സിന്റെ 4 പാനൽ വെക്കുമ്പോൾ 2200 വാട്ട്സ് ആയി. മാക്സിമം നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും. നിങ്ങൾ എല്ലാവരും ഇത് യൂസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ല, ഇവിടെ ഒരുപാട് ആളുകൾ ചെയ്തു. അപ്പൊ അതിന്റെ മുകളിലെ ബിൽഡിങ്ങിന്റെ വലിയൊരു ബിൽഡിങ്ങിന്റെ ഒക്കെ മുകളിൽ ഇപ്പൊ സോളാർ ഒരുപാട് ആൾക്കാരാണ്. ഞങ്ങളുടെ ഭാഗത്ത് മലപ്പുറത്തൊക്കെ ഒരുപാട് സോളാർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കൂടുതൽ അവർ ചെയ്യണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം ഇൻസ്റ്റലേഷൻ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് തോന്നും. പക്ഷെ ഇതിന്റെ പിറകെ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്. അപ്പൊ അതനുസരിച്ചാണ് നമുക്ക് അതിന്റെ എഫോർട്ട് കിട്ടുന്നത്, അതിന്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്. നമുക്ക് ക്വാളിറ്റിയുള്ള പാനൽസും ക്വാളിറ്റിയുള്ള എക്യുപ്മെന്റ്സ് ഒക്കെയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ നമുക്ക് എന്താണ് ആവശ്യം, നമുക്ക് എങ്ങനെയാണ് വെക്കേണ്ടത്, നമ്മളെ ഇഷ്ടപ്രകാരം അവർ അതനുസരിച്ച് നമുക്ക്. അല്ല, ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് തീർച്ചയായും തുറന്നു പറയാം. ഞങ്ങളെ ക്ലിയർ ചെയ്തിട്ടേ ഉള്ളൂ. ഞങ്ങൾ എന്തായാലും 4 ദിവസമായി. അപ്പൊ ഞങ്ങൾ വർക്ക് മാക്സിമം നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന രീതിക്ക് ഞങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. എന്ത് ഇതുണ്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ ഞങ്ങൾ എന്തെങ്കിലും പ്രശ്നം നമ്മൾ ക്ലിയർ ചെയ്തിട്ടേ പോകുള്ളൂ. അത് ഓക്കെയാണ് കേട്ടോ. അതായത് നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാം നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളത്. പക്ഷെ അവരനുസരിച്ച് അതിനുള്ള ഒരു സൊല്യൂഷൻ പറഞ്ഞു തരും. ഭയങ്കര ഒരു സന്തോഷമായി. ഹായ് ഫ്രണ്ട്സ്, എയർ ഇൻഫോന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ അത് കറക്റ്റ് സെന്ററിൽ തന്നെയാണ്. ഇവിടെ നന്ദൻകോട് കനകനഗർ എഞ്ചിനീയർ പ്രസന്ന സാറിന്റെ വീട്ടിലാണ്. ഇവിടെ നമ്മളൊരു ഓഫ് ഗ്രിഡ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. ഓഫ് ഗ്രിഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു 3.5 kV ഓഫ് ഗ്രിഡ് സിസ്റ്റം ആണ്. കാരണം ഇവിടെ ഫുൾ ടൈം നമുക്ക് കറണ്ട് കിട്ടാവുന്ന രീതിക്ക് ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പൊ നമ്മളിവിടെ ചെയ്തത് തിരുവനന്തപുരം സെന്ററിൽ തന്നെ നമ്മളെ ക്ലിഫ് ഹൗസ്, അതുപോലെ നിയമസഭാ മന്ദിരം, രാജ്ഭവൻ ഒക്കെ ഇതിന് നിയറസ്റ്റ് ആണ്. അവിടെയാണ് നമ്മളുടെ ലൊക്കേഷൻ. അപ്പൊ കറക്റ്റ് സെന്ററിലാണ്. അപ്പൊ ഇവിടെ നമുക്ക് കാണാം ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും സോളാർ ഉണ്ട്. ഇവിടെ പല ബിൽഡിങ്ങുകളിലൊക്കെ സോളാറാണ് ഫുള്ളായിട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഓഫ് ഗ്രിഡ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നത്. കാരണം ഓഫ് ഗ്രിഡ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് എനി ടൈം കറണ്ട് വേണമെന്നൊരു താല്പര്യത്തിലാണ് ഓഫ് ഗ്രിഡിലോട്ട് മാറിയത്. കാരണം 3.5 kV ഓഫ് ഗ്രിഡ് ആണ്. അപ്പൊ ഇനി ഇവിടെ സോളാർ ഉള്ളതുകൊണ്ട് നമുക്കിവിടെ കറണ്ട് പോകുന്നൊരു പ്രശ്നം എന്തായാലും ഉണ്ടാവില്ല. നമ്മളിവിടെ ചെയ്തേക്കുന്ന പാനൽ പറഞ്ഞാൽ 550 വാട്ട്സിന്റെ പാനലാണ്. ഏറ്റവും ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന പാനലാണ്. വിക്രം സോളാറിന്റെ 550 വാട്ട്സിന്റെ 2 പാനൽ ഇവിടെയും, അതുപോലെ 2 പാനൽ തൊട്ടപ്പുറത്ത്. ഒന്ന് വിഷ്വൽ ചെയ്യൂ. അത് 2 സ്ട്രക്ചർ ആയിട്ടാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തത്. കാരണം എന്താ വെച്ചാൽ ഇവർക്ക് ഇതിലൊരു വഴിയൊക്കെ ഉണ്ട്. ഞാൻ താഴോട്ട് ഇറങ്ങാൻ ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട്. അപ്പൊ അവിടെ ഒന്ന് ഈവനിങ് ടൈമിൽ ഇരിക്കാനൊക്കെ സ്പേസും കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്ട്രക്ചർ ആ രീതിക്കാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. 2 പാനൽ അവിടെയും, അതുപോലെ 2 പാനൽ ഈ ഭാഗത്തും. പക്ഷെ നമുക്ക് മാക്സിമം വെയിൽ കിട്ടും. ഒരു 4-5 മണി വരെ സുഖമായിട്ട് വെയിൽ കിട്ടുന്ന ഏരിയയാണ്. ഒന്ന് വിഷ്വൽ ഫുൾ ആയിട്ട് ഏരിയ. കാരണം ഇവിടെ വേറെ ഷെയ്ഡും കാര്യങ്ങളൊന്നുമില്ല, മറ്റു മരങ്ങളൊന്നും. അതനുസരിച്ചുള്ള രീതിക്കാണ് നമ്മൾ സ്ട്രക്ചർ ഇവിടെ ചെയ്തിരുന്നത്. നല്ല ക്വാളിറ്റി, നല്ല ഹൈ ക്വാളിറ്റി സ്ട്രക്ചറിങ് നമ്മൾ ചെയ്തിരുന്നത്. അതുപോലെ 550 2 പാനലും അവിടെ 2 പാനൽ. അപ്പൊ ടോട്ടൽ നമുക്ക് 4 പാനലിൽ നിന്ന് ഒരു 2200 വാട്ട്സ് പാനൽ സൈഡിൽ നിന്ന് പ്രൊഡക്ഷൻ വരും. 36 വോൾട്ട് സിസ്റ്റമാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത് കേട്ടോ. UTLന്റെ 200 AHന്റെ 3 ബാറ്ററി, അതുപോലെ ലഗ്നോവിന്റെ 3.5 kV ഓഫ് ഗ്രിഡ് ഇൻവെർട്ടറാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പൊ അതൊക്കെ ഒന്ന് വിഷ്വൽ ചെയ്ത് കാണിച്ചു തരാം. അത് നമുക്ക് പാനലൊന്ന് വിഷ്വൽ ചെയ്യാം, നമ്മൾ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ഒന്ന് വിഷ്വൽ ചെയ്യാം. നല്ല ക്വാളിറ്റി സ്ട്രക്ചർ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് വിഷ്വൽ ചെയ്യും. കാരണം അത്യാവശ്യം ഹൈറ്റ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. കാരണം ഇത് നമുക്ക് ഇത് ഇറങ്ങി വരുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടാകും. മാക്സിമം നമുക്ക് പ്രൊഡക്ഷൻ കിട്ടണം. അങ്ങനെ ഷെയ്ഡുകൾ വരാൻ പാടില്ല. അതിന് വേണ്ടി നമുക്ക് മാക്സിമം ഹൈറ്റിൽ നമ്മൾ ചെയ്തത്. കാരണം ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട്. അപ്പൊ അതുകൂടി കണക്കിലായിക്കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. സ്ട്രക്ചർ വിഷ്വൽ ചെയ്യും. ഫുള്ളായിട്ട് നമ്മളെ പൈപ്പിങ് കാര്യങ്ങളൊക്കെ ഒന്ന് വിഷ്വൽ ചെയ്യും. സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രക്ചറിങ് ആണ്. അതുപോലെ നമ്മള് DC കേബിൾ നമ്മൾ 2-in-1 കണക്ടർ ഇട്ടിട്ട് 2 പാനൽ സീരിയസ് ചെയ്ത്, അടുത്ത 2 പാനൽ നമ്മൾ സീരിയസ് ചെയ്ത്, ടോട്ടൽ നമുക്ക് ഇതിന് 100 വോൾട്ടിൽ 100 VOC, അതുപോലെ ഒരു 26-27 ആംപിയറിലാണ് നമ്മൾ ഈ സിസ്റ്റം നമ്മൾ ഇതിന് ഔട്ട്പുട്ട് എടുത്തേക്കുന്നത് കേട്ടോ. കറക്റ്റായിട്ട് നമ്മൾ സ്ട്രക്ചർ എർത്തിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പാനലുകളൊക്കെ എർത്തിങ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ
അടുത്ത പാനൽ 2 പാനൽ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യും. കാരണം 2 പാനൽ അവിടെ 2 പാനൽ ഈ ഭാഗത്ത്. കാരണം ഇനിയിപ്പോ ഒരു ഭാവിയിൽ ഓൺഗ്രിഡ് ആക്കുകയാണെങ്കിലും ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിനോട് ചേർന്ന് നമുക്കൊരു പാനൽ കൂടെ ആഡ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ ഇവിടെ മുന്തിരി ഗ്രേപ്സ് ഒക്കെ ഉണ്ട്. ഗ്രേപ്സ് ഒക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ടോ ന്യൂസില് പഴുത്തുണ്ടല്ലേ. അപ്പൊ ഇതിനൊന്നും തടസ്സമില്ലാത്ത രീതിക്ക് നമ്മളിവിടെ സ്ട്രക്ചർ അടിച്ചേക്കുന്നത് കേട്ടോ. അങ്ങനെ ചേച്ചി പ്രത്യേകം പറയുന്നു ഗ്രേപ്സ് ഒന്നും കളയരുത്. അപ്പൊ ഗ്രേപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഒന്ന് വിഷയില്ലേ നമ്മൾ ലൈറ്റിനിങ് കർഷർ ഒന്ന് കാണിക്കൂ. നമ്മളൊരു മൾട്ടി സ്പൈക്ക് ലൈറ്റിനിങ് കർഷർ ചെയ്തിട്ടുണ്ട്. അത് നമ്മളൊരു 50 mm ഡൗൺ കണ്ടക്ടർ കേബിളാണ്. അത് നേരെ നമ്മൾ താഴേക്ക് കൊണ്ടുപോയി എർത്തിങ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ACDB DCDB എല്ലാം വെച്ചിട്ടുള്ള ഏറ്റവും നല്ല മികച്ച രീതിയിലൊരു സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തല്ലോ കേട്ടോ. അതിന്റെ പാനൽ അതിന്റെ അടിഭാഗം വിഷ് ചെയ്യും. 550 പാനൽ വരുമ്പോൾ നമുക്ക് മാക്സിമം പ്രൊഡക്ഷൻ കിട്ടുക. നമ്മൾ 448 വോൾട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. പക്ഷെ ഇത് നമുക്കിവിടെ 3 ബാറ്ററി ഉള്ളെങ്കിൽ പോലും നമുക്ക് സുഖമായിട്ട് ബാറ്ററി എത്രയും പെട്ടെന്ന് ചാർജ് ആവും. അതിനുവേണ്ടി നമ്മൾ പാനലിന്റെ എണ്ണം കൂടുതൽ ചെയ്യും. 4 പാനൽ കൂടുതൽ. സാധാരണ നമ്മൾ 4 പാനൽ 4 ബാറ്ററിക്കാണ് ചെയ്യാറ്. അപ്പൊ നമ്മൾ 3 ബാറ്ററി വെച്ച് 36 വോൾട്ടിലാണ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം ഈ വീട്ടിലത്തെ എല്ലാ ലോഡുകളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. കാരണം ഒരു വാഷിംഗ് മെഷീന്, അതുപോലെ ഫ്രിഡ്ജ്, ത്രെഡ്മില്ലുണ്ട്, പിന്നെ ഒരു ഇൻഡക്ഷൻ കുക്കർ ഉണ്ട്, ഒരു ഓവൻ ഉണ്ട്. അതെല്ലാം നമ്മൾ ഇതിൽ കണക്ട് ചെയ്യുന്നുണ്ട്. എല്ലാം 1 by 1 ആയിട്ട് യൂസ് ചെയ്യാവുന്ന രീതിക്കാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമ്മൾ താഴത്തെ ഈ ഇൻവെർട്ടർ, അതുപോലെ ബാറ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ഞാൻ വിഷ്വലി കാണിച്ചു തരാം. ജസ്റ്റ് ഓഫ് ഗ്രിഡ് സിസ്റ്റം, ഓൺ ഗ്രിഡ് സിസ്റ്റം നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ രണ്ടിനും അതിൻ്റെതായ രീതിക്കുള്ള മെറിറ്റും ഉണ്ട്, ഡീമെറിറ്റും ഉണ്ട്. ഓക്കെ, ഇത് നമുക്ക് കറണ്ട് ഫുൾ ടൈം ഉണ്ടാവുന്നതാണ് ഇതിന്റെ ഒരു ഗുണം. എനി ടൈം നമ്മൾ വീട്ടിൽ കറണ്ട് ഉണ്ടാവും. കറണ്ട് പോകുന്ന ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ നമ്മളിനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇതിന്റെ ഡീറ്റെയിൽസ് ഉള്ള വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉടനെ വരുന്നതായിരിക്കും. ഇതിന്റെ ഇൻവെർട്ടർ, ബാറ്ററി കാര്യങ്ങളൊക്കെ ഞാൻ താഴത്തുണ്ട്. അതൊക്കെ വിഷ്വൽ ചെയ്യാം. അപ്പൊ അതിന് നമുക്ക് പ്രസന്ന സാറിന്റെ മോനെ പരിചയപ്പെടാം. എന്താ പേര്? സൗരവ്. സൗരവ് എന്ത് ചെയ്യണേ? ഞാനിപ്പോ ബിടെക് കഴിഞ്ഞ് കൺസ്ട്രക്ഷൻ കമ്പനി വർക്ക് സൈറ്റ് എഞ്ചിനീയറായിട്ട് വർക്ക് അല്ലേ? അപ്പൊ അച്ഛനും മകനും എഞ്ചിനീയറാണ് അല്ലേ? ഓക്കെ. അപ്പൊ സോളാറിലേക്ക് മാറാനുള്ള എന്തെങ്കിലും പ്രചോദനം എന്താണ്? ഇപ്പൊ ഓഫ് ഗ്രിഡ് നമ്മൾ ചെയ്തേക്കുന്നത്, ഓൺ ഗ്രിഡും ഓഫ് ഗ്രിഡും ഉണ്ട്. അതിനെ പറ്റി വല്ല ഐഡിയ ഉണ്ടോ? അമ്മയാണ് ആദ്യം യൂട്യൂബ് ചാനൽ വഴി നമ്മളെ കോൺടാക്ട് ചെയ്തത്. അതെ, അമ്മ നമ്മളെ ആദ്യം കോൺടാക്ട് ചെയ്ത് സോളാർ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ഓഫ് ഗ്രിഡ് ചെയ്ത് നമുക്കുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഫുൾ ടൈം കറണ്ട് ഉണ്ടാവുന്നതാണ് ഗുണം. നമുക്ക് എനി ടൈം കറണ്ട്, നമുക്കൊരു ബാറ്ററിയുടെ ബാക്കപ്പ് ഉള്ളതാണ്, 3 ബാറ്ററിയുടെ ബാക്കപ്പ് ഉള്ളതാണ്, നമുക്ക് ഫുൾ ടൈം കറണ്ട് ഉണ്ടാവും. അത് ഓഫ് ഗ്രിഡിന്റെ ഗുണം. നമുക്ക് ഇനി വേണമെങ്കിൽ നമുക്ക് ഓൺ ഗ്രിഡ് ആക്കാൻ മാറ്റാനും ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് പാനൽ ആഡ് ചെയ്യാം. ബാക്കിയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ബാറ്ററി ഇൻവെർട്ടർ നമുക്ക് നോർമലായിട്ട് യൂസ് ഒക്കെ ചെയ്യാൻ പറ്റും. കറണ്ട് ബിൽ എത്രത്തോളം വരുന്നുണ്ട് ഇപ്പൊ ഇവിടെ നോർമലി? നമുക്ക് ഒരു 7,000-8,000 വരുന്നുണ്ടോ? അപ്പൊ ഇനിയിപ്പോ എന്തായാലും നമുക്ക് എന്തായാലും ബില്ലിൽ ചെറിയൊരു മാറ്റം നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. കാരണം ഇതിലൊരു 7 യൂണിറ്റുകളൊക്കെ നമുക്ക് എന്തായാലും ഒന്ന് പ്രൊഡക്ഷൻ കിട്ടും. 7-8 യൂണിറ്റുകൾ കിട്ടും. കാരണം 2000 വാട്ട്സ് പാനലുണ്ട്. 550 വാട്ട്സിന്റെ 4 പാനൽ വെക്കുമ്പോൾ 2200 വാട്ട്സ് ആയി. മാക്സിമം നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാം, നമ്മളെ വർക്കിനെ കുറിച്ച് പറയാം. സോളാർ കേട്ടോ, നിങ്ങൾ എല്ലാരും ഇത് യൂസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ല, ഇവിടെ ഒരുപാട് ആളുകൾ ചെയ്തപ്പോ അതിന്റെ മുകളിലെ ബിൽഡിങ്ങിന്റെ വലിയ ബിൽഡിങ്ങിനൊക്കെ മുകളിൽ ഇപ്പൊ സോളാർ ഒരുപാട് ആൾക്കാരാണ്. ഞങ്ങളുടെ ഭാഗത്ത് മലപ്പുറത്തൊക്കെ ഒരുപാട് സോളാർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കൂടുതൽ അവർ ചെയ്യണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം ഇൻസ്റ്റലേഷൻ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് തോന്നും. പക്ഷെ ഇതിന്റെ പിറകെ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്. അപ്പൊ അതനുസരിച്ചാണ് നമുക്ക് അതിന്റെ എഫോർട്ട് കിട്ടുന്നത്, അതിന്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്. നമുക്ക് ക്വാളിറ്റിയുള്ള പാനൽസും ക്വാളിറ്റിയുള്ള എക്യുപ്മെന്റ്സ് ഒക്കെയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ നമുക്ക് എന്താണ് ആവശ്യം, നമുക്ക് എങ്ങനെയാണ് വെക്കേണ്ടത്, നമ്മളെ ഇഷ്ടപ്രകാരം അവർ അതനുസരിച്ച് നമുക്ക്. അല്ല, ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് തീർച്ചയായും തുറന്നു പറയാം. ഞങ്ങളെ ക്ലിയർ ചെയ്തിട്ടേ ഉള്ളൂ. ഞങ്ങൾ എന്തായാലും 4 ദിവസമായി. അപ്പൊ ഞങ്ങൾ വർക്ക് മാക്സിമം നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന രീതിക്ക് ഞങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. എന്ത് ഇതുണ്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ ഞങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ ചെയ്തിട്ടേ പോകുള്ളൂ. അത് ഓക്കെയാണ് കേട്ടോ. അതായത് നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാം നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളത്. പക്ഷെ അവരനുസരിച്ച് അതിനുള്ള ഒരു സൊല്യൂഷൻ പറഞ്ഞു തരും. ഭയങ്കര ഒരു സന്തോഷമായി. ഓക്കെ. എന്തായാലും നമ്മളിപ്പോ പാനൽ നമ്മൾ ആദ്യം ഉദ്ദേശിച്ചത്, ഞാൻ പിന്നെ ഡാഡിനോട് പറഞ്ഞപ്പോഴേ ഫസ്റ്റ് ഞാൻ ഒരുമിച്ച് ഈ പാനലുകൾ സെറ്റ് ചെയ്യാൻ വിചാരിച്ചത്. അപ്പൊ അതിനുശേഷം നമ്മൾ 2 രീതിക്ക് അഗേൻസ്റ്റ്. കാരണം നമുക്ക് ഇതിൽ വഴി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇവിടെ നമുക്കൊരു സ്ഥലം ഉണ്ടല്ലോ, നമുക്ക് കുറച്ച് ഓപ്പൺ സ്പേസ്. അപ്പൊ അതും ഒരു നഷ്ടപ്പെടുത്തേണ്ട വിചാരിച്ചാൽ ഈ രീതിക്ക് നമ്മൾ സ്ട്രക്ചർ ചെയ്തതാണ് 2 സൈഡിലായിട്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ പാനൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ആഡ് ചെയ്താൽ നമുക്ക് ഇതിൽ അടിയിലൂടെ പോകാം. പക്ഷെ താന്ന് പോകാന്നുള്ളൂ. എന്നാലും ഈ ഹൈറ്റിൽ വരുള്ളൂ, ഇത്ര ഹൈറ്റ് വരുള്ളൂ. അപ്പോൾ ചെയ്യാൻ കഴിയും കേട്ടോ. പിന്നെ നമ്മളെ മുന്തിരിയൊക്കെ ഉണ്ട്. ഇതൊന്നും നാശാക്കിയിട്ടില്ല ഞങ്ങള് കേട്ടോ. അമ്മയുടെ പരിപാടി അല്ലേ ഇതൊക്കെ? അല്ല, ഇവിടെ കുറെ ചെടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ താഴത്ത് ഈ ഭാഗത്തൊക്കെ. അതെല്ലാം തൽക്കാലം ഞങ്ങളെ പണിക്ക് വേണ്ടി മാറ്റിയതല്ലേ. ഈ ഭാഗത്തല്ലേ? അല്ല, നമുക്ക് മാക്സിമം നമ്മളെ ഹൈറ്റിൽ ചെയ്തിട്ടുണ്ടാവുകൊണ്ട് നമുക്ക് ഷെയ്ഡ്, പാനലേക്കുള്ള ഷെയ്ഡ് എന്തായാലും വരില്ല. ചെടികൾ അങ്ങോട്ട് മാറ്റി വെക്കാനുള്ള സൗകര്യം ഉണ്ടല്ലോ. ഇനി സൗകര്യം ഉണ്ട്, പ്രശ്നമൊന്നുമില്ല. മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും പാനൽ ഉയർന്നിരിക്കുന്നോണ്ടേ വേറെ പ്രശ്നമൊന്നുമില്ല. എന്തൊരു 5 മണിയൊക്കെ വെയിൽ കിട്ടും നമുക്ക്. 7 യൂണിറ്റിൽ 8 യൂണിറ്റ് നമുക്ക് പ്രൊഡക്ഷൻ എന്തായാലും കിട്ടും കേട്ടോ. ഓക്കെ. അപ്പൊ ഇനി പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ലല്ലേ?
അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് ഇൻവെർട്ടർ ബാറ്ററി കാര്യങ്ങളൊക്കെ താഴത്തിനകത്ത് വിഷ്വൽ ചെയ്യാം. സെക്കൻഡ് ഫ്ലോറിന്റെ മുകളിലാണ് നമ്മളിവിടെ പാനൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ സെക്കൻഡ് ഫ്ലോറിന്റെ മുകളിൽ ഇവിടെ കുറച്ച് സ്പേസ് ഒരു റൂം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇവർക്ക് ഇവിടെ അത്യാവശ്യം വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ട്രെഡ്മില്ല് കാര്യങ്ങളൊക്കെ ഉണ്ട്, എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്ന രീതിക്ക് ഒരു സെറ്റപ്പ് കൂടെ ചെയ്തിട്ടുണ്ട്. അത് വിഷ്വൽ ചെയ്യും. കുറെ ജനലുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ നല്ല എയർ സർക്കുലേഷൻ കറക്റ്റായിട്ട് കിട്ടും. വേണമെങ്കിൽ ഇവിടെ കിടക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ നമ്മൾ ട്രെഡ്മില്ല് ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ കണക്ട് ചെയ്ത് ഇതിലെ ലോഡുകൾ നമ്മൾ ചെക്ക് ചെയ്ത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു 500-600 വാട്ട്സ് ഇതിൽ ലോഡ് വരുന്നുള്ളൂ. കൂളായിട്ട് നമ്മൾ ഇൻവെർട്ടറിൽ വർക്ക് ചെയ്യും. 3.5 ഇൻവെർട്ടർ ആയതുകൊണ്ട് കൂളായിട്ട് വർക്ക് ചെയ്യും. അപ്പൊ ഇതവർക്ക് ഡേ ടൈമിൽ സോളാറിൽ യൂസ് ചെയ്യാൻ കഴിയും. ഡേ ടൈമിൽ സോളാർ യൂസ് ചെയ്യാൻ കഴിയും. അതുപോലെ വാഷിംഗ് മെഷീന്റെ പോയിന്റ് ഉണ്ട്. അത് വാഷിംഗ് മെഷീൻ ഒരു 250-300 വാട്ട്സിന്റെ വാഷിംഗ് മെഷീനാണ്. അതും നമുക്ക് കൂളായിട്ട് അത് വർക്ക് ചെയ്യും. സാംസങ്ങിന്റെ വാഷിംഗ് മെഷീനാണ്. അപ്പൊ ഇതെല്ലാം നമുക്ക് ഇൻവെർട്ടർ സപ്ലൈയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയും. സോളാറിൽ നമുക്ക് വർക്ക് ചെയ്യാം. ഡേ ടൈമിൽ യൂസ് ചെയ്യാം. 1 by 1 ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ ഒരു 300 വാട്ട്സ് ഒക്കെ നമ്മൾ ഇൻവെർട്ടറിൽ എന്തായാലും 2800 വാട്ട്സ് വരെ കൊടുക്കാം. അപ്പൊ കൂളായിട്ട് വർക്ക് ചെയ്യും. അതുപോലെ ട്രെഡ്മില്ല് 600 വാട്ട്സ്. ഇത് രണ്ടും വേണമെങ്കിൽ നമുക്ക് ഒരു സമയം തന്നെ യൂസ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല. രണ്ടും കൂടി 1000 വാട്ട്സ് ഓടൊക്കെ തന്നെ വരുള്ളൂ. അപ്പൊ അതൊക്കെ നമുക്ക് കൂളായിട്ട് വർക്ക് ചെയ്യാം. പിന്നെ നമ്മൾ താഴത്ത് ഇൻഡക്ഷൻ കുക്കർ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നമല്ല. എല്ലാം നമുക്ക് സോളാർ സിസ്റ്റത്തിലൂടെ വർക്ക് ചെയ്യാൻ കഴിയും. നമുക്ക് നമ്മളെ കമ്പനിയിൽ നമുക്ക് റെഡ്യൂസ് ചെയ്യാനും കഴിയും കേട്ടോ. ഓക്കെ, അപ്പൊ ഈ താഴത്തെ ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ ഒന്ന് വിഷ്വൽ ചെയ്യാം. അപ്പൊ നമ്മള് ഇൻവെർട്ടർ, ബാറ്ററി, അതുപോലെ AC/DB, DC/DB കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ സ്റ്റെയർ കേസിന്റെ അടിയിലാണ്. അപ്പൊ നമുക്ക് നോർമലി ഞാൻ പറയാവുന്നത് സ്റ്റെയർ കേസിന്റെ അടി ചെയ്യാൻ പാടില്ല. പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ സൗകര്യത്തിന് അപ്പൊ നമുക്ക് ഇത്രയും മുകളിൽ കയറി പോയിട്ട് അവർക്ക് ഏത് സമയത്തും അതിന്റെ MBPയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വിഷ്വൽ ചെയ്യാന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇവിടെ ഓൾറെഡി ഇൻവെർട്ടർ പോയിന്റ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ആ ഇൻവെർട്ടർ പോയിന്റ് പറഞ്ഞാൽ വളരെ ഗേജ് കുറവുള്ള വയറൊക്കെയാണ്. പഴയ രീതിക്ക് നമ്മൾ നോർമലി ചെയ്യുന്ന ഒരു സിസ്റ്റത്തിന്റെ വയറാണ്. അപ്പൊ നമ്മൾ വയർ ഗേജ് കൂട്ടി നമ്മൾ 4mm വയറൊക്കെ ഇട്ടിട്ടാണ് ഈ ഒരു സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത് കേട്ടോ. അപ്പൊ അതൊന്ന് വിഷ്വലി നമുക്ക് കറക്റ്റായിട്ട് നമ്മളെ ഇൻവെർട്ടർ, അതുപോലെ ഇൻവെർട്ടർ വെക്കാൻ ഒരു ബേസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വിഷ്വൽ ചെയ്യും. പ്ലാറ്റിനം പറഞ്ഞ മോഡലാണ്. 3500 പ്ലസ് ലഗ്നോന്റെ 3500 ഇൻവെർട്ടർ ആണ് കേട്ടോ. അപ്പൊ അതിലേക്ക് നമ്മൾ കൊടുത്തേക്കുന്ന MPPT ഒന്ന് വിഷ്വൽ ചെയ്യൂ. ആശാ പവറിന്റെ MPPT ആണ്. ആശാ പവർ നിയോൺ 60 ആംപിയറിന്റെ MPPT ആണ് കേട്ടോ. അപ്പൊ സോളാറിന് ഇപ്പൊ പ്രൊഡക്ഷൻ വരുന്നുണ്ട് ഈ സമയത്ത്. അതുപോലെ 200 AHന്റെ 3 ബാറ്ററിയാണ് ഈ UTLന്റെ 200 AHന്റെ 3 ബാറ്ററി നമ്മൾ സീരീസ് ചെയ്തിട്ടാണ് കണക്ഷൻ കൊടുത്തേക്കുന്നത്. അതുപോലെ ഇൻ ഔട്ട് നമ്മൾ പ്ലഗ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ AC/DB, DC/DB വിഷ്വൽ ചെയ്യും. നമ്മൾ AC/DB ഉണ്ട്, അതുപോലെ DC ഇത് AC/DB, തൊട്ടപ്പുറത്ത് DC/DB. അതുപോലെ നമ്മൾ പൈപ്പിംഗ് ഒക്കെ കറക്റ്റ് ആയിട്ട് വിഷ്വൽ ചെയ്യും. നമുക്ക് ഇവിടെ സൗകര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ MPPയുടെ ഡിസ്പ്ലേ വിഷ്വൽ ചെയ്യാം. കറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിന്റെ വാട്ട്സ് കാര്യങ്ങളൊക്കെ ഇവിടെ വിഷ്വൽ ചെയ്യും. മുകളിൽ കയറിയിട്ട് കറക്റ്റ് ആയിട്ട് സാരിസേ നോക്കി. അപ്പൊ നമുക്ക് MPPയുടെ ഡീറ്റെയിൽസ് ഇവിടെ നിന്ന് അറിയാം. ഇപ്പൊ ഇൻവെർട്ടർ മോഡ് ഓൺ, ഓട്ടോ ബൈപ്പാസ് ഓൺ, അത് ലോഡ് ഓൺ സോളാർ ഓൺ ആണ്. അതായത് റിലേ പിന്നെ KCB കട്ട് ചെയ്ത് സോളാറിലാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ സോളാറിന്റെ ചാർജിങ് പ്രസൻസ് ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. പാനലിന് 85.5 വോൾട്ട്, ബാറ്ററി 42 വോൾട്ട് ആണ്. അതുപോലെ ഇന്നത്തെ യൂണിറ്റ് 1.2, ടോട്ടൽ യൂണിറ്റ് 2.6 യൂണിറ്റ് നമുക്ക് ഇന്ന് പ്രൊഡക്ഷൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 36 വോൾട്ട് സിസ്റ്റം ആണ്. അപ്പൊ അതുപോലെ ഇതിന്റെ വയറിംഗ് കാര്യങ്ങളൊക്കെ ഒരുപാട് വീഡിയോസിലേക്ക് കാണിച്ചിട്ടുള്ളതാണ്. സോളാറിന്റെ പോസിറ്റീവ്, നെഗറ്റീവ്, അതുപോലെ ബാറ്ററിയുടെ നെഗറ്റീവ്, പോസിറ്റീവ്, KCB ഇൻപുട്ട്, ഔട്ട്പുട്ട് ഇതെല്ലാം നമ്മുടെ കറക്റ്റ് ആയിട്ട് കണക്ഷൻ കൊടുക്കും. നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇൻവെർട്ടറിലാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഡിസ്പ്ലേ കറക്റ്റ് ആയിട്ട് നമുക്ക് വാച്ച് ചെയ്യാം. ഇതിന്റെ ഡിസ്പ്ലേ നമുക്ക് കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും വാച്ച് ചെയ്യാം. നമ്മൾ ഒരു ഹൈറ്റ് കുറച്ചുകൂടി കയറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഉദ്ദേശിച്ചു ഇത് ഫുള്ളായിട്ട് വിഷ്വൽ ചെയ്യും. നമ്മുടെ പൈപ്പിംഗ് ഒക്കെ കറക്റ്റ് ആയിട്ട്. ഇനി എന്താ അഭിപ്രായം പറയാം നമുക്ക്. നമ്മുടെ പിന്നെ വർക്കിംഗ് ഒക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെയ്ത് നമ്മൾ വിശ്വാസം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാം. ഇതിന്റെ ഡീറ്റെയിൽസ് അറിയോ? MPPയുടെ കാര്യങ്ങളൊക്കെ നോക്കാന് ജസ്റ്റ് ഒന്ന് നമ്മളെ വീഡിയോസ് കണ്ടാൽ മതി. നമ്മളെ AR-Info യൂട്യൂബ് ചാനൽ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് കിട്ടും. അതുപോലെ MPPയുടെ ഡിസ്പ്ലേ നമ്മൾ വീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ എല്ലാ കാര്യങ്ങളും ഡിസ്പ്ലേ കാണിക്കും. കറക്റ്റ് ആയിട്ടല്ലേ? MPPയുടെ ഡിസ്പ്ലേ കാണിക്കും, അതുപോലെ ഇൻവെർട്ടർ ഡിസ്പ്ലേയും കാണിക്കും. ബാറ്ററിയുടെ വോൾട്ടേജ് കാര്യങ്ങളൊക്കെ ബാറ്ററി കറക്റ്റായിട്ട് കട്ട് ഓഫ് ആവുന്നതും ഇപ്പൊ ഈ ഒരു ബ്ലൂ ഇൻഡിക്കേറ്റർ ലോഡ് ഓൺ സോളാറിൽ വർക്ക് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് സോളാറിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി എന്തെങ്കിലും നമുക്ക് നോക്കി ഡൗട്ടിൽ വിളിക്കാലോ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ എർത്തിങ് ഞാൻ വിഷ്വലി കാണിച്ചു തരാം. കാരണം നമ്മൾ AC/DB, DC/DB ഇതൊക്കെ നമ്മൾ എർത്തിങ് ചെയ്തിട്ടുണ്ട്. AC/DB എർത്തിങ് ചെയ്തിട്ടുണ്ട്, DC/DB എർത്തിങ് ചെയ്യുന്നത്, അതുപോലെ ലൈറ്റിംഗ് എർത്തിങ് ഉണ്ട്. ഒന്ന് വിഷ്വലി ഇടുക.
കറക്റ്റ് ആയിട്ട് നമുക്ക് അതിന്റെ എർത്തിങ് കൂടി കാണാം. നമ്മളിവിടെ സൗകര്യം കുറച്ച് കുറവാണ്, കാരണം ട്രിവാൻഡ്രം ആകുമ്പോൾ നമുക്കറിയാലോ, കാരണം സ്ഥല സൗകര്യം കുറച്ച് കമ്മിയായിരിക്കും. പക്ഷെ എന്നാലും നമുക്കിവിടെ പ്ലംബിംഗ് ലൈനൊക്കെ പോകുന്നുണ്ടായിരുന്നു. നമ്മൾ 3 എർത്തിങ് ചെയ്തിട്ടുണ്ട്. ഇതൊരു എർത്തിങ് കറക്റ്റ് ആയിട്ട് കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഒരു എർത്തിങ് അവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ അടുത്ത എർത്തിങ് ഈ ഒരു ഭാഗത്ത് ലൈറ്റിംഗ് കറക്ഷന്റെ എർത്താണ് അത്. മറ്റേ ACDB, ഇത് DCDB. അങ്ങനെ 3 എർത്തിങ് നമ്മൾ ഈ ഭാഗത്ത് എർത്തിങ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ DC കേബിൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ റൂട്ടിലാണ്, ജസ്റ്റ് മേലേക്ക് DC കേബിൾ ഈ വഴിക്ക് വരുന്നു. അതുപോലെ നമ്മുടെ ലൈറ്റിംഗ് കറക്ഷന്റെ 50 mm കേബിള് നേരെ ഇതുവഴി നമ്മൾ കറക്റ്റായിട്ട് ക്ലാമ്പ് ചെയ്ത് നേരെ സ്ട്രൈറ്റ് പോകുന്നു കേട്ടോ. ഈ രീതിക്ക് നമ്മളിവിടെ കറക്റ്റായിട്ട് സംഭവം ഇവിടെ ഇറക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എർത്തിങ് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യണം. 3 എർത്തിങ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ എല്ലാ കാര്യങ്ങളും വിഷയമായല്ലോ. അപ്പൊ ഇനി ഞങ്ങൾക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല, വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ, കാരണം ഒരുപാട് ടൈമായി. അപ്പോൾ ഇനി എന്തായാലും നാട്ടിലേക്ക് പോകുന്ന പരിപാടിയാണ്. അപ്പൊ നമ്മളെ ചാനൽ കാണുക, ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ചാനൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോളാറിനെ കുറിച്ച് അറിയാൻ വേണ്ടി കോൺടാക്ട് ചെയ്യുക. 2 നമ്പറുണ്ട്, 2 നമ്പറിൽ വിളിക്കുക, വാട്സപ്പിൽ വിളിക്കുക, അല്ലെങ്കിൽ യൂട്യൂബിൽ നമ്പർ ഉണ്ടായാലും നിങ്ങൾക്ക് നോർമൽ കോൾ ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വീടൊക്കെ കറക്റ്റായിട്ട് വിഷ്വൽ ചെയ്യാം അല്ലേ. അപ്പൊ പാനൽ നമുക്ക് ഇവിടുന്ന് വിഷ്വൽ ചെയ്യാൻ കഴിയും അല്ലേ ഫാരിസേ? കിട്ടുമോ? ഇല്ല, ടോപ്പിൽ കിട്ടില്ല അല്ലേ? കുഴപ്പമില്ല, അത്യാവശ്യം ആ ലെവലിൽ നിന്ന് നമുക്ക് പാനലൊക്കെ കറക്റ്റായിട്ട് കാണാൻ കഴിയും. മുകളിൽ നിന്നാല് ഇതെല്ലാം വീടുകൾ അടുത്തടുത്ത് ഫ്ലാറ്റുകൾ പോലെ അടുത്തടുത്ത് വീടുകളുള്ളതുകൊണ്ടേ സൗകര്യങ്ങള്, സ്ഥല സൗകര്യം എർത്തടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടല്ലേ. എർത്തടിക്കാൻ ഞങ്ങൾക്ക് കുറച്ച് പാടുപെട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ പാനലുണ്ടോ? നല്ല അടിപൊളി സ്ട്രക്ചർ അല്ലേ? സ്ട്രക്ചറൊക്കെ വിഷയം നല്ല ക്വാളിറ്റി തന്നെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വെയിൽ എന്തായാലും ഇവിടെ കിട്ടും, ഒരു 5 മണിക്ക് സുഖമായിട്ട് വെയിൽ കിട്ടും. ഓക്കെ, അപ്പൊ ഇനി പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. See you.